നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ 4 മൃഗങ്ങളെ പോലെ ആയിരിക്കണം. ഒന്നാമതായി, ഈഗിൾ മൈൻഡ് സെറ്റ്. ജീവിതത്തിൽ ഉയരത്തിൽ പറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ളവർക്ക് നിങ്ങളെ വഴിതിരിച്ചുവിടാൻ സാധിക്കില്ല. രണ്ടാമതായി, ആന്റ് മൈൻഡ് സെറ്റ്. ഉറുമ്പ് ചെറുതായിരിക്കാം, പക്ഷേ അത് ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. പ്രശ്നം എത്ര വലുതാണെങ്കിലും അതതിനൊരു പരിഹാരം തേടിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായി, ലയൺ മൈൻഡ് സെറ്റ്. സിംഹം ആരുടെയും അനുവാദത്തിനോ അംഗീകാരത്തിനോ വേണ്ടി കാത്തു നിൽക്കില്ല. യഥാർത്ഥ ശക്തി എന്നത് ആത്മവിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്നല്ല. നാലാമതായി, ചീറ്റ മൈൻഡ് സെറ്റ്. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ മാത്രമേ ചീറ്റപ്പുലി പൂർണ്ണ വേഗതയിൽ ഓടുകയുള്ളൂ. അതുപോലെ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അത് നേടുന്നതുവരെ നിങ്ങളുടെ വേഗത കുറയ്ക്കരുത്. അവസാനമായി, ഇതുപോലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ദിവസവും പഠിക്കാൻ ഫോളോ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇടതുവശത്തു കൂടി വാഹനം ഓടിക്കുന്നത്, എന്നാൽ ബാക്കി ലോകം മുഴുവൻ വലതുവശത്ത്? പണ്ട് ആളുകൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന കാലത്ത് അവർ സാധാരണയായി ഇടതുവശം ചേർന്നു തന്നെയായിരുന്നു പോയിരുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ഭൂരിഭാഗം ആളുകളും വലങ്കൈ ആധിപത്യമുള്ളവരാണ്. റോഡിന്റെ ഇടതുവശം ചേർന്നു പോകുമ്പോൾ ആവശ്യമെങ്കിൽ സ്വയം പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ വലങ്കൈ സ്വതന്ത്രമായി ലഭിക്കുമായിരുന്നു. പിന്നീട് കുതിരവണ്ടികൾ വന്നപ്പോഴും സമ്പന്നരും ശക്തരായവരും റോഡിന്റെ ഇടതുവശം തന്നെ മുറുകെ പിടിച്ചു. അതേസമയം സാധാരണക്കാരെ റോഡിന്റെ വലതുവശത്തേക്ക് മാറ്റി നിർത്തി. വേഗതയേറിയ പ്രഭുക്കന്മാരുടെ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പോകാനായിരുന്നു. തുടർന്ന് 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം ഈ സാമൂഹിക ക്രമത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. വലതുവശത്തുകൂടെയുള്ള യാത്ര സമത്വത്തിന്റെ പ്രതീകമായി മാറി. പിന്നീട് നെപ്പോളിയൻ രംഗത്തെത്തി. അദ്ദേഹം യൂറോപ്പ് കീഴടക്കിയതോടെ ഓരോ രാജ്യങ്ങളായി വലതുവശത്തേക്ക് മാറി. എന്നാൽ നെപ്പോളിയന് ബ്രിട്ടനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. വിജയികളായ ബ്രിട്ടീഷുകാർ ഒരിക്കലും നെപ്പോളിയന്റെ നിയമങ്ങൾ സ്വീകരിച്ചതുമില്ല. അതിനാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം അവരുടെ പരമ്പരാഗത ഇടതുവശത്തുകൂടെയുള്ള യാത്ര തങ്ങളുടെ കോളനികളിലേക്കും വ്യാപിപ്പിച്ചു. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് നടപ്പിലായി. അതുകൊണ്ടാണ് ഇന്നും ബ്രിട്ടനും അവരുടെ പഴയ കോളനി രാജ്യങ്ങളും ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്നത്. അതേസമയം ബാക്കിയുള്ള ലോകം നെപ്പോളിയനെ പിന്തുടരുന്നതും